ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ കാലത്ത് രൂപം പ്രാപിച്ച പദ്ധതി. ഇടയ്ക്ക് വന്ന അച്യുതാനന്ദൻ സർക്കാർ മാറ്റി എഴുതി ഒപ്പിട്ട കരാർ. ഇതെല്ലാം കഴിഞ്ഞ് നടപ്പിൽ വന്നിട്ടും കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കൂമ്പടയുകയാണ്. കൊടുത്ത സ്ഥലമെല്ലാം സർക്കാർ തിരിച്ചെടുക്കുന്നു. പിന്മാറാൻ തയ്യാറാണെന്ന് ടീകോം ഔദ്യോഗികമായി സർക്കാരിനെ അറിയിക്കുന്നു. മുടക്കിയ കാശ് തിരിച്ചുകൊടുത്ത് ടീകോമിനെ പറഞ്ഞയക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ആദ്യ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് IT മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി പദ്ധതി കൊണ്ടുവരുമ്പോഴും VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് കരാർ അനന്തമായി നീളുമ്പോഴും അതിന് ഒരു കാരണമുണ്ടായിരുന്നു. കൈമാറുന്ന സ്ഥലം വിൽക്കാൻ ഉൾപ്പെടെയുള്ള അധികാരം നൽകണമെന്നായിരുന്നു ടീകോമിന്റെ ആവശ്യം. ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ ഈ സംസ്ഥാനത്ത് അത് അസാധ്യവുമായിരുന്നു. സ്ഥലം വാങ്ങി അത് മറിച്ച് വിറ്റ് കാശുണ്ടാക്കാൻ നോക്കുന്ന റിയൽ എസ്റ്റേറ്റ് സംവിധാനമാണ് സ്മാർട്ട് സിറ്റി എന്ന് അന്നേ ആരോപണം ഉയർന്നതാണ്. അത് ഏറെക്കുറെ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ പിന്മാറ്റവും. 90,000 തൊഴിൽ വാഗ്ദാനം ചെയ്തിട്ട് ഏണസ്റ്റ് ആൻഡ് യങ്ങും ബേക്കർ ഹ്യൂഗ്സും മാത്രമാണ് എത്തിയത്. ലഭിച്ചത് 5,000 തൊഴിൽ മാത്രവും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. സ്മാർട്ടായി കബളിപ്പിക്കപ്പെട്ടു കൊച്ചി സിറ്റി. 2004 കേരളത്തിന്റെ ചർച്ചകളിലേക്ക് സ്മാർട്ട് സിറ്റി എന്ന വാക്ക് പൊട്ടി വീഴുന്നത്. ദുബായ് സ്മാർട്ട് സിറ്റി പോലെ ഒരു കൊച്ചി സ്മാർട്ട് സിറ്റി. അത് നടപ്പാക്കുന്നത് ദുബായ് സ്മാർട്ട് സിറ്റിയുടെ ഹോൾഡിംഗ് കമ്പനിയായ അതേ ടീകോം. വ്യവസായ IT മന്ത്രിയായ PK കുഞ്ഞാലിക്കുട്ടി വിവാദങ്ങളിൽ മുങ്ങി നിന്ന കാലം കൂടിയായിരുന്നു അത്. AK ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്നപ്പോൾ പദ്ധതിയുടെ ഘടന പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ കരാറിലും ഒപ്പിട്ടു. സാങ്കേതികമായി പറഞ്ഞാൽ അതുകൊണ്ട് ഈ സ്മാർട്ട് സിറ്റിയുടെ പിതൃത്വം ഉമ്മൻചാണ്ടി സർക്കാരിനും PK കുഞ്ഞാലിക്കുട്ടിക്കുമാണ്. ആ കരാറിനെതിരെ ഇടതുമുന്നണി സമരത്തിലായിരുന്നു. പിന്നീട് VS അച്യുതാനന്ദൻ സർക്കാർ വന്നപ്പോൾ പദ്ധതി ഉപേക്ഷിക്കും എന്നൊരു പ്രചാരണം പോലും ഉണ്ടായി. കേരളത്തിൽ 90,000 പേർക്ക് തൊഴിൽ കിട്ടേണ്ട പദ്ധതിയാണ് ഇങ്ങനെ നാനാവിധമാകുന്നത് എന്ന ആരോപണം ഉയർന്നു. IT-യുടെ ചുമതല കൂടി വഹിച്ച മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ മധ്യസ്ഥതയിൽ ദുബായിൽ പലവട്ടം ചർച്ചകൾ നടക്കുന്നു. ഒടുവിൽ ടീകോം സംഘം കൊച്ചിയിലേക്കെത്തി ചർച്ച നടത്തി. പുതിയ കരാർ 2007 ഒപ്പിട്ടിട്ടും 4 വർഷം അനക്കമുണ്ടായില്ല. 2011 വരെ ഈ പദ്ധതി മുന്നോട്ട് നീങ്ങാത്തതിന് കാരണം ടീകോം മുന്നോട്ട് വെച്ച വ്യവസ്ഥ തന്നെയായിരുന്നു. അതായത് 100 ഹെക്ടറിലായിരുന്നു ഈ പദ്ധതി. അതിൽ 12 ഹെക്ടർ സ്ഥലം ഫ്രീ ഹോൾഡിംഗ് ആയി ടീകോമിന് നൽകണമെന്നായിരുന്നു ആവശ്യം. ഏക്കറിലാക്കിയാൽ 246 ഏക്കർ സ്ഥലത്തെ ഏതാണ്ട് 30 ഏക്കർ സ്ഥലം ടീകോമിന് വിൽപ്പനാധികാരത്തോടെ സ്മാർട്ട് സിറ്റി കരാറിന് വെളിയിൽ നൽകണം. സ്മാർട്ട് സിറ്റി കരാറിൽ നൽകിയാൽ പ്രത്യേക സാമ്പത്തിക മേഖലയായതിനാൽ വിൽപ്പന സാധിക്കില്ല. 12%, എന്നാൽ കമ്മീഷനാണ്. പദ്ധതി നടപ്പാക്കുന്നതിനുള്ള വിഹിതത്തിന് പുറമെ ടീകോം ആവശ്യപ്പെട്ടത് ഈ 30 ഏക്കർ സ്ഥലം വിറ്റ് കാശാക്കാനുള്ള അവകാശമാണ്. ടീകോം ദുബായിൽ പദ്ധതി നടപ്പാക്കിയതും ഇങ്ങനെയാണ്. അവിടെ അത് സാധിക്കും. ഇവിടെ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമിയായ 15 ഏക്കറിന്റെ ഇരട്ടിയാണ് തീരാധാരം ചെയ്തു കൊടുക്കാൻ ടീകോം ആവശ്യപ്പെട്ടത്. 4 വർഷത്തെ ഇടയലിനു ശേഷം VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് 2011 ഫെബ്രുവരി മാസത്തിൽ ധാരണയാകുന്നു. 1ാം ഘട്ട നിർമ്മാണം ആരംഭിക്കുന്നതായി ടീകോമിന്റെ പ്രഖ്യാപനവും വരുന്നു. MA യൂസഫ് അലി തന്നെയായിരുന്നു മധ്യസ്ഥൻ. അതേ വർഷം ഒക്ടോബറിൽ നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയായി വീണ്ടും ഉമ്മൻചാണ്ടി വരുന്നു. വീണ്ടും 5 വർഷത്തിനു ശേഷം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് 1ാം ഘട്ട ഉദ്ഘാടനവും നടത്തി. 6.5 ലക്ഷം ചതുരശ്ര അടി സ്ഥലത്ത് അന്ന് വന്ന പദ്ധതികൾക്കപ്പുറത്തൊന്നും ടീകോം കൊണ്ടുവന്നിട്ടില്ല. അതിന് കാരണം ടീകോം റിയൽ എസ്റ്റേറ്റ് അടിസ്ഥാന സൗകര്യ വികസന കമ്പനി തന്നെയായിരുന്നു എന്നതാണ്. IT വികസനം അവരുടെ ട്രാക്കിലുണ്ടായിരുന്നില്ല. ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകി അനുവദിച്ച 246 ഏക്കർ സ്ഥലം തിരിച്ചെടുക്കുക. ഇതാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്ന ചർച്ച. ഇപ്പോൾ എന്ത് ജോലിയാണ് സ്മാർട്ട് സിറ്റിയിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ലുലു ഗ്രൂപ്പ് നിർമ്മിക്കുന്ന 37 ലക്ഷം ചതുരശ്ര അടിയുടെ ഇരട്ട ടവർ, പ്രസ്റ്റീജ് ഗ്രൂപ്പ് നിർമ്മിക്കുന്ന 12 ലക്ഷം ചതുരശ്ര അടിയുടെ സൈബർ ഗ്രീൻ ടവർ, 3.5 ലക്ഷം ചതുരശ്ര അടി സ്ഥലത്ത് മാറാട്ട് ഗ്രൂപ്പിന്റെ ടവർ. ഇനി ഈ പദ്ധതികളെല്ലാം നടപ്പാക്കാൻ എന്തിനായിരുന്നു ടീകോം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ലുലു ഗ്രൂപ്പും പ്രസ്റ്റീജ് ഗ്രൂപ്പും ഒക്കെ വരാൻ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും പോലെ സർക്കാർ നേരിട്ട് പദ്ധതി നടപ്പാക്കിയാൽ മതിയല്ലോ.
സ്മാർട്ട് സിറ്റിയിലേക്ക് IBM, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ തുടങ്ങി മെറ്റ വരെയുള്ള കമ്പനികളെ കൊണ്ടുവരാനാണ് ടീകോം പോലെ ഒരു സ്ഥാപനവുമായി കരാർ ഒപ്പിട്ടത്. എന്നിട്ട് വന്നതോ ഇന്ത്യയിലെമ്പാടും പെട്ടിക്കടകൾ പോലെ കൺസൾട്ടൻസി സ്ഥാപനം തുറക്കുന്ന ഏണസ്റ്റ് ആൻഡ് യങ്ങും. പോയി വരാൻ വെറുതെ ആടിനെ പ്ലാവിലെ കാണിക്കുന്നത് പോലെ സ്ഥലത്തിന്റെ മാപ്പ് എടുത്ത് കാണിച്ചാൽ മതി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പറഞ്ഞ 90,000 തൊഴിൽ രാജ്യാന്തര കമ്പനികളെയും കൊണ്ടുവന്നിട്ടായിരുന്നെങ്കിൽ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന വാദത്തിന് അർത്ഥമുണ്ട്. ഇപ്പോൾ എന്തിന് നഷ്ടപരിഹാരം കൊടുക്കണം? ഒരു താല്പര്യവുമില്ലാതിരുന്ന ടീകോമിനെ 2 സർക്കാരുകളുടെ കാലത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ആനയും അമ്പാരിയുമായി കൊണ്ടുവന്ന് വോട്ട് പിടിക്കാൻ നോക്കി. അതിനുള്ള ചിലവാണ് ഇപ്പോൾ ഖജനാവിൽ നിന്നും കൊടുക്കേണ്ടി വരുന്നത്. ഇൻഫോസിസും UST ഗ്ലോബലും TCSും കേരളത്തിൽ ക്യാമ്പസുകൾ തുറന്ന് 5000-ലേറെ യുവാക്കൾക്ക് വീതം തൊഴിൽ നൽകുന്നുണ്ട്. വിപ്രോയും കോഗ്നിസന്റും ഒറക്കിളും ഇവിടെയുണ്ട്. VK മാത്യൂസ് നേതൃത്വം നൽകുന്ന IBS കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും വളർന്നുയർന്നതാണ്. IBM ചിപ്പ് ഗവേഷണത്തിന്റെ രൂപകൽപ്പനയുടെയും നല്ല പങ്കും നിർവഹിക്കുന്നത് തൊട്ടടുത്ത് ബംഗളൂരുവിലാണ്. ആപ്പിളിന്റെ നിർമ്മാണ യൂണിറ്റ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. സീപോർട്ട് വഴിയും എയർപോർട്ട് വഴിയും ഏറ്റവും അടുപ്പമുള്ള തന്ത്രപ്രധാനമായ സ്ഥലത്താണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി. അവിടെ പദ്ധതി നടപ്പാക്കുന്നത് കമ്പനികൾക്ക് പാട്ടത്തിന് സ്ഥലം നൽകി തന്നെ ആയിരിക്കണം. എന്നാൽ വർഷങ്ങളോളം ഇവിടെ പ്രവർത്തിച്ച് പാട്ടപ്പിരിവ് നടത്താൻ ടീകോമിന് താല്പര്യമില്ല. അവർ വിറ്റൊഴിച്ചിറങ്ങുന്ന നയക്കാരാണ്. അതുകൊണ്ടാണ് സ്മാർട്ട് സിറ്റിയിലേക്ക് ആരും തിരിഞ്ഞു നോക്കാത്തതും. സർക്കാർ തന്നെ നിർമ്മിച്ച് ആവശ്യക്കാർക്ക് തറവാടകയ്ക്ക് നൽകുക എന്നതായിരുന്നു പ്രായോഗികമായ വഴി. അത് നടപ്പാക്കാനുള്ള ആളുകളായിരുന്നില്ല ടീകോം. പദ്ധതി നടത്തിപ്പുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ ഉണ്ടായ പാളിച്ചയുടെ പേരാണ് കൊച്ചി സ്മാർട്ട് സിറ്റി. കെട്ടിടങ്ങൾ ലുലു ഗ്രൂപ്പിന്റെ സാൻസ് ഇൻഫിനിറ്റിയോ പ്രിസ്റ്റീജോ ഹോളിഡേ ഗ്രൂപ്പോ ഒക്കെയാണോ നിർമ്മിക്കുന്നത് എന്നതല്ല പ്രശ്നം. ഇവിടേക്ക് 90,000 തൊഴിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ്. കേരളം ഇപ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്നതും ആ തൊഴിൽ സാധ്യത തന്നെയാണ്. കോവിഡ് കാലത്തിനു ശേഷം നമ്മുടെ യുവജനതയുടെ നല്ലൊരു പങ്കും വീട്ടിലിരിക്കുകയാണ്. വർക്ക് ഫ്രം ഹോമായി പ്രൊജക്ടുകൾ കിട്ടിയിരുന്നവർ അന്നെടുത്ത ബ്രോഡ്ബാൻഡ് കണക്ഷനുകളിലൂടെ കിട്ടാത്ത ജോലികൾക്കായി ലിങ്ക്ഡിനിലും ഇൻഡീഡിലും അപേക്ഷിച്ച് വലയുകയാണ്. ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മുന്തിയ വിദ്യാഭ്യാസമുള്ള തലമുറയാണ് ഇപ്പോൾ CV ഉന്തി വിവശരായി തുടരുന്നത്. അവർക്ക് വേണ്ടി എന്തു വിട്ടുവീഴ്ചയും ചെയ്യണം. വാഗ്ദാനം ചെയ്ത 90,000 തൊഴിൽ ഒന്നുപോലും കുറയാതെ ഇവിടെ എത്തണം. AI-കൾ എഞ്ചിനീയർമാരെ അപ്രസക്തരാക്കും എന്ന് ഭയക്കുന്ന കാലത്ത് അതിനെ മറികടക്കുന്ന തൊഴിൽ മേഖല കൊച്ചിയിൽ ഉയർന്നു വരണം. അങ്ങനെയാണ് കേരളവും കൊച്ചിയും സ്മാർട്ട് ആകേണ്ടത്. നമുക്ക് തന്നെ മാറ്റി എഴുതാൻ കഴിയും നമ്മുടെ തലവരയെന്ന് ഇവിടെ തെളിയിക്കണം. ഒരു AI-ക്കും അത് സാധിക്കില്ല എന്ന് പറയാൻ കാരണം ഇവിടെ 90,000 അല്ല 90 ലക്ഷം പ്രായോഗിക ബുദ്ധിയുള്ള അഭ്യസ്ത വിദ്യരെ കിട്ടും എന്നുള്ളതാണ്. ഏത് പരിസ്ഥിതിയിലും ഉദിച്ചുയരാൻ കഴിയുന്ന അവർക്ക് വേണ്ടി ഈ സർക്കാരും ഉദ്യോഗസ്ഥ സംവിധാനവും കൂടുതൽ സ്മാർട്ട് ആകണം. അതാകണം വരാൻ പോകുന്ന സ്മാർട്ട് സിറ്റി. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.